ഹലോ, എല്ലാവർക്കും നമസ്കാരം. എൻ്റെ യൂട്യൂബ് ചാനലായ ഫാൻറ്റസി ഹോമിലേക്ക് ഞാൻ നിങ്ങളെ എല്ലാവരെയും വെൽക്കം ചെയ്യാണ്. ഞാൻ നിങ്ങളുടെ അടുത്ത് നിന്ന് ഒരു കിടുക്കാച്ചി സാധനമായിട്ടാണ് വന്നതാണ്. കിടുക്കാച്ചി ഐറ്റം കൊണ്ട് ഉണ്ടാക്കിയൊരു സാധനമാണ്. അതായത് വേറെ ഒന്നുമല്ല, നമ്മുടെ ചക്കക്കുരു വെച്ചിട്ട് നമ്മൾ കറി വയ്ക്കാറുണ്ട്, ഉപ്പേരി വയ്ക്കാറുണ്ട്, പിന്നെ എന്തൊക്കെയോ ജ്യൂസൊക്കെ ഞാൻ കൊറോണ ടൈമിലൊക്കെ കേട്ടു. നമ്മുടെ ക്യാൻസറിന് നല്ലതാണ് ജ്യൂസ് എന്നൊക്കെ പറഞ്ഞിട്ട് കേട്ടിട്ടുണ്ട്. പക്ഷേ ഞാൻ ചെയ്തിട്ടില്ല കേട്ടോ. പക്ഷേ ഇന്നത്തെ മഴയും ഇന്നത്തെ കാറ്റും മഴയും ഒക്കെ കൂടിയായിപ്പോൾ നല്ല ഒടുക്കത്തെ വിശപ്പ്. അപ്പോൾ നോക്കിയപ്പോൾ വീട്ടിലൊന്നുമില്ല, വേറെ സാധനങ്ങളൊന്നുമില്ല. അപ്പം ഞാൻ എന്ത് ചെയ്തു, ചക്കക്കുരു കണ്ടപ്പോൾ എൻ്റെ കണ്ണതിലേക്ക് പോയി. കുറച്ച് ചക്കക്കുരു എടുത്തു, ഞാൻ കുക്കറിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഞാനത് വേവിക്കാൻ വെച്ചു. പക്ഷേ ഞാൻ ഇത് ആദ്യമായിട്ട് വെക്കണ കാരണം 2 വിസിലടിച്ചു. പക്ഷേ നിങ്ങൾ ചെയ്യുമ്പോൾ ഒരു കാര്യം ചെയ്താൽ മതി, 1 വിസിൽ മതിയായിരിക്കും, ധാരാളമാണ് കേട്ടോ. ഞാൻ 2 വിസിലടിച്ചു, അപ്പോൾ നന്നായിട്ട് വെന്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ആ കുക്കറിൽ നിന്ന് ആ വെള്ളം മാറ്റിയെടുത്ത് ആ ചക്കക്കുരു ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയെടുത്തിട്ട് അതിൻ്റെ തൊണ്ട് കളയാം, മേലത്തെ തൊണ്ട്, ആ ബ്രൗൺ തോട് നിങ്ങൾ കളയാൻ നിൽക്കേണ്ട. അത് ഏറ്റവും നല്ലതാണ് ശരീരത്തിന്, ക്യാൻസറിനൊക്കെ നല്ലതാണ്. അപ്പോൾ ആർക്കും വരാണ്ടിരിക്കട്ടെ ദൈവമേ ആ അസുഖം. സങ്കടമാവുന്നു അത് കേൾക്കുമ്പോൾ തന്നെ. പക്ഷേ അതിനൊക്കെ നല്ല അസുഖത്തിനൊക്കെ നല്ലതാണെന്ന് കേട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളതൊന്നും കളയാൻ നിൽക്കണ്ട. മേലത്തെ തൊണ്ട് മാത്രം കളഞ്ഞതിന് ശേഷം നിങ്ങളൊരു പ്ലേറ്റിൽ 2 സവാള എടുക്കുക, അത്യാവശ്യം വലുപ്പമുള്ള 2 സവാള എടുക്കുക. ഞാനൊരു 10 പച്ചമുളക് എടുത്തിട്ടുണ്ട്, കാരണം ഈ മുളക് തീരെ എരിവില്ലാത്തതാണ്. എരിവ് ഉള്ളതാണെങ്കിൽ നിങ്ങൾക്കൊരു 3-4 ധാരാളമായിരിക്കും. അതിനുശേഷം ഞാൻ ഈ ചക്കക്കുരു എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ മിക്സിയുടെ ജാറിൽ ഒന്ന് അടിച്ചെടുത്തു, ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക. അധികം പൊടിയാൻ പാടില്ല, ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്താൽ മതി. അതിന് ശേഷം ക്രഷ് ചെയ്തിട്ട് അതൊരു സ്റ്റീലിൻ്റെ ഒരു ഡവറയിലേക്ക് മാറ്റി വയ്ക്കുക. അതിനുശേഷം നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ഉപ്പിടുക. പക്ഷേ ഞാൻ ഇന്ന് മൈദയാണെന്ന് വിചാരിച്ചിട്ട് ഇത്തിരി ഉപ്പ് കൂടുതലിട്ടു. ലേശം ഉപ്പൊന്ന് ഇത്തിരി കൂടിയിട്ടുണ്ട്. പക്ഷേ അറിയൊന്നുമില്ല, കഴിക്കുകയൊക്കെ ചെയ്യാൻ, ടേസ്റ്റൊക്കെ ഉണ്ട് കേട്ടോ. ഇത്തിരി കൂടിയിട്ടുള്ളൂ, അധികം ഒന്നും കൂടിയിട്ടില്ല. ഇത്തിരി ഉപ്പിട്ടു. അതിനുശേഷം മൈദപ്പൊടി 4 ടീസ്പൂണ്. അഥവാ നിങ്ങൾക്ക് മൈദ വേണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കടലമാവ് ഇടാവുന്നതാണ്. പക്ഷേ എനിക്ക് ഇഷ്ടമല്ല കടലമാവ്, ഗ്യാസ് വന്ന് നിറയും വയറ്റിൽ. അപ്പോൾ എനിക്ക് മൈദയാണ് ഇഷ്ടം. അപ്പോൾ ഞാൻ മൈദ ഒരു 4 ടീസ്പൂണ് മൈദ ചേർത്തു. കടലമാവാണെങ്കിലും സെയിം ക്വാണ്ടിറ്റി നിങ്ങൾക്ക് ആഡ് ചെയ്യാവുന്നതാണ്. ഞാനൊരു 20 ചക്കക്കുരു എടുത്തിട്ടുള്ളൂ കേട്ടോ. അതിനുശേഷം നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ചക്കക്കുരു മൈദ ഇട്ടതിലേക്ക് ഉപ്പിട്ടതിലേക്ക് നമ്മൾ ഈ അരിഞ്ഞ് വെച്ചിട്ടുള്ള പച്ചമുളക്, സവാള, അതേമാതിരി കുറച്ച് കറിവേപ്പിലയും ക്രഷ് ചെയ്തിട്ടിടുക. എന്നിട്ട് ഇത്തിരി വെള്ളം ഒഴിക്കാനാണ് പാടുള്ളൂ, അധികം വെള്ളം വേണ്ട. അതിനുശേഷം ഇത്തിരി മഞ്ഞൾപ്പൊടി, ഞാൻ ഇത്തിരി മുളക് പൊടിയും കൂടി ഇട്ടു, ഒരു കളറ് കിട്ടാനായിട്ട്. ഇതെല്ലാം കൂടിയിട്ട് നമ്മൾ കുഴച്ച്, നമ്മൾ ഈ പരിപ്പ് വടയൊക്കെ ഉണ്ടാക്കണം അതേമാതിരി കുഴച്ച് വെച്ചാൽ മതി കേട്ടോ. അധികം വെള്ളം നല്ലതല്ല, ടേസ്റ്റ് ഉണ്ടാവില്ല. അതിന് ശേഷം ഒരു ഇരുമ്പ് ചീനച്ചട്ടി, എൻ്റെ അമ്മൂമ്മയുടെ ടൈമിലുള്ളതാണ് തോന്നുന്നുണ്ട്, അമ്മ എപ്പോഴും യൂസ് ചെയ്യണതാണ്. അപ്പോൾ ആ ചീനച്ചട്ടിയിൽ ആട്ടി വെച്ചിട്ടുള്ള വെളിച്ചെണ്ണ ഉണ്ടായിരുന്നു. ആ വെളിച്ചെണ്ണ ഒഴിച്ചു. നല്ല മണം, അസല് മണമാണ് വെളിച്ചെണ്ണയുടെ. വെളിച്ചെണ്ണ നന്നായിട്ട് തിളയ്ക്കണം, എന്നിട്ടേ ഇടാൻ പാടുള്ളൂ, ഇല്ലെങ്കിൽ ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ ആ സമയമാകുമ്പോഴേക്കും പുറത്ത് സൂപ്പർ മഴ എന്ന് പറഞ്ഞാൽ പോരാ, ഒരു കിടുക്കാച്ചി മഴ തന്നെയായിരുന്നു ഇന്ന് രാവിലെ തൊട്ട് മഴ തന്നെയാണ്. ഇപ്പോഴും പുറത്ത് മഴ പെയ്യുന്നുണ്ട്, ഞാൻ എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും മഴ പെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ മഴ മാത്രമല്ല, നല്ല കാറ്റും. അപ്പോൾ വയറ് പിയോ പറഞ്ഞു തുടങ്ങി വിശന്നിട്ട്. അപ്പം ചെയ്യണ സംഗതിയാണ് കേട്ടോ അതൊക്കെ. ആ സമയത്ത് അതിൻ്റെ പൊക്കുവട സൂപ്പറാവുണ്ട്. അധികം നേരം നിങ്ങളിത് കരിയിപ്പിക്കാനൊന്നും പാടില്ല. ഒരു ബ്രൗണിഷ് ഷെയ്ഡാകുമ്പോൾ നിങ്ങൾക്കിത് എന്താ പറയുക, ഇതിൽ നിന്ന് ഒരു അരിപ്പം മാതിരിയുള്ള ടീസ്പൂൺ എടുത്തിട്ട് നിങ്ങൾക്ക് മാറ്റി വയ്ക്കാവുന്നതാണ്. ഒപ്പം ഞാൻ വിചാരിച്ചു ഇത് മാത്രമായിട്ട് എങ്ങനെയാണ് കഴിക്കുക, ചായക്ക് ഇത് ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പം ഞാൻ എന്ത് ചെയ്തു, ഒരു പാത്രത്തിൽ വെള്ളം വെച്ചിട്ട് കട്ടൻ കാപ്പി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. കട്ടൻ കാപ്പിയും നമ്മുടെ ചക്കക്കുരു പൊക്കുവടയും എങ്ങനെയുണ്ട് കോമ്പിനേഷൻ? പക്ഷേ പറഞ്ഞറിയിക്കാൻ വയ്യ, അടിപൊളി കിടുക്കാച്ചി ടേസ്റ്റ് ആയിട്ടുണ്ട്. പക്ഷേ എനിക്ക് തെറ്റുപറ്റി, ഒരു ലേശം കായം കൂടി ഇടേണ്ടതായിരുന്നു. ഞാനത് മറന്നുപോയി. മനസ്സിലുണ്ടായിരുന്നു, പക്ഷേ കയ്യിൽ പ്രവർത്തിച്ചില്ല. അപ്പോൾ നിങ്ങളിത് കാണുന്നതോട് കൂടി തന്നെ എൻ്റെ യൂട്യൂബ് ചാനലായ ഫാൻറ്റസി ഹോം
സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ, ലൈക്ക് തരാൻ മറക്കല്ലേ, കമൻറ്റ്സ് തരാൻ മറക്കല്ലേ. ഒപ്പം തന്നെ നിങ്ങളവിടെ വേറൊരു സംഗതിയും കൂടിയും കാണും, ഒരു ബെൽ ബട്ടൺ കാണും. അവിടെ പോയിട്ട് ടക്ക് എന്ന് വെച്ചിട്ട് ഒറ്റയടി അടിക്കുക. കാരണം അത് ബെല്ലടിച്ചാൽ മാത്രമാണ് എൻ്റെ അടുത്ത വീഡിയോസ് നിങ്ങൾക്ക് കാണാൻ പറ്റുള്ളൂ. അപ്പോൾ നിങ്ങൾ അതും കൂടി തരാൻ മറക്കണ്ട. ഒപ്പം തന്നെ നിങ്ങളിത് നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾ ഇതേമാതിരി ഉണ്ടാക്കി നോക്കുക, എന്നിട്ട് റിസൾട്ട് എൻ്റെ അടുത്ത് പറയുക, ഇൻബോക്സിൽ ഇടുക. അതേമാതിരി ചായ കാപ്പിപ്പൊടി കേട്ടോ. ഇവിടെ കാപ്പി വൈകിട്ട് മാത്രമേ വിൽക്കാറുള്ളൂ. അതും എന്നൊന്നും ശീലമൊന്നുമില്ല, വല്ലപ്പോഴും ഇരിക്കുക. അപ്പോൾ ഇന്ന് മഴ ആയതുകൊണ്ട് വിശപ്പ് എന്ന് പറഞ്ഞാൽ പോരാ, സൂപ്പർ വിശപ്പായിരുന്നു. അപ്പോൾ ചെയ്ത പണിയാണ്. ഇതേടാ നമ്മുടെ പൊക്കുവട റെഡി ആയിട്ടുണ്ട്. ഒരു പ്ലേറ്റ് നിറയെ കിട്ടിയിട്ടോ, എനിക്കൊരു 20 ചക്കക്കുരുവിൽ ഒരു പ്ലേറ്റ് നിറച്ച് കിട്ടിയിട്ടുണ്ട്. അതുമാത്രമല്ല നല്ല ടേസ്റ്റും നല്ല ക്രിസ്പി ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ വിചാരിച്ചു ഇതിൽ കുറച്ച് മുട്ടയൊക്കെ ഇട്ടിട്ട് അതിൻ്റെ മേലെ എന്താ പറയുക, ഇതിൽ മുട്ടയുടെ വെള്ളയിലൊന്ന് ഇതാക്കിയിട്ട് എന്താ പറയുക, നമ്മുടെ റസ്ക് പൊടിയിലൊക്കെ നോക്കി ചെയ്യാമെന്നൊക്കെ വെച്ചു. പിന്നെ വെച്ചു വേണ്ട, അതിങ്ങനെ നോക്കട്ടെ എന്ന്. ഇതെങ്ങനെയുണ്ട് ടേസ്റ്റ് നോക്കിയിട്ട് അത് അങ്ങനെ നെക്സ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. പക്ഷേ ഇത് പറഞ്ഞറിയിക്കാൻ വയ്യ, അടിപൊളി ടേസ്റ്റ്, സൂപ്പറായിട്ടുണ്ട്. എനിക്കറിയാം നിങ്ങളുടെ വായിലൊക്കെ വെള്ളം വരുന്നെന്നറിയാം. നിങ്ങൾ വീട്ടിൽ ചെയ്തോളൂ. നമ്മൾ ഇത് കറി വയ്ക്കാനും ഉപ്പേരി വയ്ക്കാനും മാത്രമല്ല നമ്മുടെ ഈ ചക്കക്കുരു കൊണ്ട് നല്ല ഉപകാരമുള്ളതാണ്. അപ്പോൾ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ നിങ്ങളും ചെയ്യുക. സൂപ്പർ ടേസ്റ്റ്. അടുത്തത് ഞാൻ ഇതിലും നല്ല കിടുക്കാച്ചി വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതാണ്. നല്ല വീഡിയോ ആണ്, കണ്ട ഇതിലും നല്ല വീഡിയോ ആയിട്ട്, സോറി കേട്ടോ ഞാൻ തെറ്റ് പറ്റിപ്പോയി. ഇതിലും നല്ല ഐറ്റം ആയിട്ട് ഞാൻ വീഡിയോ വരുന്നതാണ്. അപ്പോൾ നിങ്ങൾ എൻ്റെ യൂട്യൂബ് ചാനൽ സ്ഥിരമായിട്ട് കാണുക, സപ്പോർട്ട് തരിക. നിങ്ങളുടെ സപ്പോർട്ടാണ് എൻ്റെ ബലം. അപ്പോൾ നെക്സ്റ്റ് അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതാണ്. അപ്പോൾ താങ്ക് യു സോ മച്ച്. ബായ്. കട്ടൻ കാപ്പി റെഡി.